സെക്കൻഡ് ഇയർ ബിഎസ്സി റീനൽ ഡയാലിസിസ് ടെക്നോളജിയുടെ സിലബസ് ആണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കുന്നത്. ഈ ഇയറിൽ നമുക്ക് ഉള്ളത് 5 പേപ്പർ ആണ്. എന്നാൽ 7 സബ്ജക്റ്റ് ഉണ്ട് പഠിക്കാൻ. ഒന്നാമത് അപ്ലൈഡ് അനാട്ടമി ആൻഡ് ഫിസിയോളജി റിലേറ്റഡ് ടു ഡയാലിസിസ് ടെക്നോളജി. രണ്ടാമത് ഫാർമക്കോളജി റിലേറ്റഡ് ടു ഹീമോഡയാലിസിസ് ആൻഡ് പെരിറ്റോണിയൽ ഡയാലിസിസ്. മൂന്നാമത് കോൺസെപ്റ്റ് ഓഫ് റീനൽ ഡിസീസ്, ക്ലിനിക്കൽ മാനിഫെസ്റ്റേഷൻ ആൻഡ് ഇസ് മാനേജ്മെന്റ്. നാലാമത് അപ്ലൈഡ് ആസ്പെക്ട് ഓഫ് പത്തോളജി ആൻഡ് മൈക്രോബയോളജി. അഞ്ചാമതായി ബേസിക് ഓഫ് റീനൽ ഡയാലിസിസ് ടെക്നോളജി. അനാട്ടമി ആൻഡ് ഫിസിയോളജി റിലേറ്റഡ് ടു ഡയാലിസിസ് ടെക്നോളജി 120-ലാണ് തിയറി എക്സാം. അനാട്ടമിയെ 50-ലും ഫിസിയോളജി 50-ലും മാർക്ക് 20-ഉം കൂടിയാണ് 120 മാർക്ക് തിയറി എക്സാമിൻ. ഫാർമക്കോളജി റിലേറ്റഡ് ടു ഹീമോ ഡയാലിസിസ് ആൻഡ് പെരിറ്റോണിയൽ ഡയാലിസിസ് 120 ആണ് മാർക്ക് തിയറി എക്സാം 100 മാർക്കിനും മാർക്ക് 20-ഉമാണ്. കോൺസെപ്റ്റ് ഓഫ് റീനൽ ഡിസീസ്, ക്ലിനിക്കൽ മാനിഫെസ്റ്റേഷൻ ആൻഡ് ഇറ്റ് മാനേജ്മെന്റ് എന്ന പേപ്പർ 120-ലാണ് തിയറി എക്സാം. മുകളിൽ പറഞ്ഞിരിക്കുന്ന 3 പേപ്പറിനും പ്രാക്ടിക്കൽ എക്സാം ഇല്ല. അപ്ലൈഡ് എസ്പെക്ട്സ് ഓഫ് പത്തോളജി ആൻഡ് മൈക്രോബയോളജി തിയറി എക്സാം 120 മാർക്കിനാണ്. പത്തോളജി 50 മാർക്കിനും മൈക്രോബയോളജി 50 മാർക്കിനും മാർക്ക് 20 കൂടിയാണ് തിയറി എക്സാം 120. ബേസിക് ഓഫ് റീനൽ ഡയാലിസിസ് ടെക്നോളജിയിലെയും 120 മാർക്കിനാണ് തിയറി എക്സാം. ഈ മുകളിൽ പറഞ്ഞ 2 പേപ്പറിന് പ്രാക്ടിക്കൽ എക്സാം ഉണ്ട്. 80 മാർക്ക് പ്രാക്ടിക്കൽ എക്സാമിനും 20 മാർക്ക് ആണ്. അങ്ങനെയാണ് ടോട്ടൽ 100 മാർക്കിനാണ്. അങ്ങനെയാണ് പ്രാക്ടിക്കൽ എക്സാം ഉള്ള 2 പേപ്പർ ആകെ ടോട്ടൽ 220 മാർക്ക് ആണ് ഉള്ളത്. അപ്ലൈഡ് അനാട്ടമി ആൻഡ് ഫിസിയോളജി റിലേറ്റഡ് ടു ഡയാലിസിസ് ടെക്നോളജി എന്ന പേപ്പറിന്റെ ടോപ്പിക്കാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്ലൈഡ് അനാട്ടമിയുടെ അണ്ടറിൽ 10 ടോപ്പിക്ക് ഉണ്ട്. അതുപോലെ തന്നെ അപ്ലൈഡ് ഫിസിയോളജിയുടെ അണ്ടറിൽ 10 ടോപ്പിക്ക് ഉണ്ട്. അങ്ങനെ ആകെ മൊത്തം 20 ടോപ്പിക്കാണ് ഉള്ളത്. അപ്ലൈഡ് അനാട്ടമിയുടെ ടോപ്പിക്ക് നോക്കാം. 1. ബേസിക് അനാട്ടമി ഓഫ് യൂറിനറി സിസ്റ്റം, സച്ചറൽ അനാട്ടമി ഓഫ് കിഡ്നി, ബ്ലാഡർ, യുറേറ്റർ, യുറേത്ര പോസ്ട്രേറ്റ്. 2. ഹിസ്റ്റോളജി ഓഫ് കിഡ്നി. 3. ബ്ലഡ് സപ്ലൈ ഓഫ് കിഡ്നി. 4. ഡെവലപ്മെന്റ് ഓഫ് കിഡ്നി ഇൻ ബ്രീഫ്. 5. അനാട്ടമി ഓഫ് പെരിറ്റോണിയം. 6. കോൺസെപ്റ്റ് ഓഫ് അബ്ഡോമിനൽ ഹെർണിയ. 7. അനാട്ടമി ഓഫ് വാസ്കുലർ സിസ്റ്റം. 8. അപ്പർ ലിംബ് വെസൽ, കോഴ്സ്, ഡിസ്ട്രിബ്യൂഷൻ, ബ്രാഞ്ചസ്, ഒറിജിൻ ആൻഡ് അബ്നോർമാലിറ്റി. 9. നെക്ക് വെസൽ, കോഴ്സ്, ഡിസ്ട്രിബ്യൂഷൻ, ബ്രാഞ്ചസ്, ഒറിജിൻ ആൻഡ് അബ്നോർമാലിറ്റി. 10. ഫീമോറൽ വെസൽ, കോഴ്സ്, ഡിസ്ട്രിബ്യൂഷൻ, ബ്രാഞ്ചസ്, ഒറിജിൻ ആൻഡ് അബ്നോർമാലിറ്റി. അടുത്തത് അപ്ലൈഡ് ഫിസിയോളജി ടോപ്പിക്ക് നോക്കാം. 1. മെക്കാനിസം ഓഫ് യൂറിൻ ഫോർമേഷൻ. 2. ഗ്ലോമെറുലാർ ഫിൽട്രേഷൻ റേറ്റ്. 3. ക്ലിയറൻസ് സ്റ്റഡീസ്. 4. ഫിസിയോളജിക്കൽ വാല്യൂ, യൂറിയ, ക്രിയേറ്റിനിൻ, ഇലക്ട്രോലൈറ്റ്, കാൽസ്യം, ഫോസ്ഫറസ്, യൂറിക് ആസിഡ്, മഗ്നീഷ്യം. ലൂക്കോസ് 24 ഹവേഴ്സ് യൂറിനറി ഹിൻഡിസീസ്, യൂറിയ, ക്രിയേറ്റിനിൻ, ഇലക്ട്രോലൈറ്റ്, കാൽസ്യം, മഗ്നീഷ്യം. 5. ഫിസിയോളജി ഓഫ് റീനൽ സർക്കുലേഷൻ. 6. ഫാക്ടേഴ്സ് കോൺട്രിബ്യൂട്ടിംഗ് ടു ആൻഡ് മോഡിഫയിങ് റീനൽ സർക്കുലേഷൻ. 7. ഓട്ടോ റെഗുലേഷൻ. 8. ഹോർമോൺ പ്രൊഡ്യൂസ്ഡ് ബൈ കിഡ്നി ആൻഡ് ഫിസിയോളജി ആൾട്ടർനേഷൻ ഇൻ പ്രഗ്നൻസി. 9. ഹെമോസ്റ്റാസിസ്, കൊഴാഗുലേഷൻ കാസ്കേഡ്, കൊഴാഗുലേഷൻ ഫാക്ടേഴ്സ്, ഓട്ടോറെഗുലേഷൻ, ബ്ലീഡിംഗ് ടൈം, ക്ലോട്ടിംഗ് ടൈം, പ്രോത്രോംബിൻ ടൈം, പാർഷ്യൽ ത്രോംബോപ്ലാസ്റ്റിൻ ടൈം, ത്രോംബിൻ ടൈം. 10. ആസിഡ് ബേസ് ബാലൻസ്, ബേസിക് പ്രിൻസിപ്പൽ ആൻഡ് കോമൺ അബ്നോർമാലിറ്റി ലൈക്ക് ഹൈപ്പോകലീമിയ, ഹൈപ്പോനട്രീമിയ, ഹൈപ്പർകലീമിയ, ഹൈപ്പർനട്രീമിയ, ഹൈപ്പോകാൽസെമിയ, ഹൈപ്പർകാൽസെമിയ, pH, EC. അടുത്തത് പേപ്പർ 2. ഫാർമക്കോളജി റിലേറ്റഡ് ടു ഹെമോഡയാലിസിസ് ആൻഡ് പെരിറ്റോണിയൽ ഡയാലിസിസ്. ഇതിൽ 15 ടോപ്പിക്കാണ് ഉള്ളത്. ഓരോന്നും നോക്കാം. 1. Diuretics classification, action, dosage, side effects and contraindications. 2. Antihypertensive drugs, classification, action, dosage, side effects and contraindications. 3. Vasopressors and inotropes, classification, action, dosage, side effects and contraindications. 4. Colloids and crystalloids, classification, action, dosage, side effects and contraindications. 5. Erythropoietin, classification, action, dosage, side effects and contraindications. 6. Phosphate binders, calcium supplements, folic acid and other vitamin supplements used for patients on dialysis. 7. Iron supplementation injections and tablets, classification, action, dosage, side effects and contraindications.
8. Anticoagulant, classification, action, dosage, side effects and contraindications. 9. Protamine sulfate, dose indication and side effects. 10. Antibiotics used in dialysis patients to treat catheter infections and peritonitis. 11. Vaccines used in dialysis patients, dose and frequency. 12. Peritoneal dialysis solutions composition and different types of fluids. 13. Immunosuppressive drugs. 14. Hemodialysis solutions, composition and dilution ratios. 15. Continuous renal replacement therapy, CRRT, solutions and citrate coagulation. Concepts of renal diseases, clinical manifestations evaluation and management എന്നതാണ് പേപ്പർ 3. ഇതിൽ 14 ടോപ്പിക് ഉണ്ട്. 1. Acute renal failure. 2. Nephrotic syndrome primary and secondary. 3. Nephritic syndrome. 4. Urinary tract infections. 5. Asymptomatic urinary abnormalities. 6. Chronic renal failure causes, stages, diagnosis and management. 7. Renal stone diseases. 8. Obstructive uropathies. 9. Congenital and inherited renal diseases. 10. Tumors of kidney. 11. Pregnancy-associated renal diseases. 12. Renal vascular disorders and hypertension-associated renal diseases. 13. Renal replacements therapies. 14. Renal nutrition, per dialysis stage 1 മുതൽ 4 വരെ, hemodialysis, peritoneal dialysis and post-transplant. പേപ്പർ 4 ആയ. Applied aspects of pathology and microbiology. പത്തോളജിൽ 10 ടോപ്പിക്കും മൈക്രോബിയോളജിൽ 6 ടോപ്പിക്കും ആണ് ഉള്ളത്. അതായത് പേപ്പർ 4-ൽ ആകെ മൊത്തം 16 ടോപ്പിക്ക് ആണ് ഉള്ളത്. ആദ്യം നമുക്ക് പാത്തോളജി ടോപ്പിക്ക് നോക്കാം. 1. Congenital abnormalities of the urinary system. 2. Classification of renal diseases. 3. Glomerular diseases causes, types and pathology. 4. Tubular interstitial diseases. 5. Renal vascular disorders. 6. End-stage renal diseases causes and pathology. 7. Pathology of kidney and hypertension, diabetes mellitus, pregnancy. 8. Pathology of peritoneum peritonitis bacterial, tubular and sclerosing peritonitis. Dialysis-induced changes. 9. Pathology of urinary tract infections. 10. Pyelonephritis and tuberculous pyelonephritis. രണ്ടാമതായി മൈക്രോബിയോളജി നോക്കാം. 1. Hepatotrophic viruses in the detailed mode of transfusion, universal precautions, vaccinations. 2. Human immune deficiency virus, HIV, mode of transfusion, universal precautions. 3. Opportunistic infections. 4. Microbiology of urinary tract infections. 5. Microbiology of vascular access infection, femoral, jugular and subclavian. 6. Sampling methods for culture and sensitivity. പേപ്പർ 4-ൽ പ്രാക്ടിക്കൽ എക്സാം കൂടെയുണ്ട്. അവസാന പേപ്പർ ആയ ബേസിക്സ് ഓഫ് റെനൽ ഡയാലിസിസ് ടെക്നോളജി ടോപ്പിക്കാണ് നോക്കുന്നത്. പേപ്പർ 5-ൽ 20 ടോപ്പിക്കുണ്ട്. 1. Checking vitals, blood pressure, heart rate, respiratory rate and temperature. 2. Basic science related to dialysis. 3. Indications for dialysis. 4. Types of dialysis. 5. Vascular access. 6. Dialyser types, membrane, surface area, clearance and KUF. 7. Dialysis solutions compositions. 8. Hemodialysis assessments. 9. Monitoring during dialysis. 10. Post-dialysis assessments. 11. Complications during dialysis. 12. Hemodialysis machines preparation and settings. 13. Hemodialysis machine alarms during dialysis and troubleshooting. 14. Anticoagulation. 15. Dialyser reuse. 16. Water treatment system, basics. 17. Peritoneal dialysis, physiology of peritoneal dialysis, and apparatus for peritoneal dialysis. 18. Buckles and crash cart management. 19. Equipment used in dialysis and its monitoring and safety check, hemodialysis machine, dialyser reprocessor, CRRT machines, cardiac monitors, defibrillator, ECG machines, BP apparatus, USG machines, acid bicarbonate mixing system, water treatment system. 20. Infection control practices and universal precautions. Hand wash. Waste management. Needle-stick management and prevention. Personal protective equipment and appropriate usage. Cleaning and disinfection of dialysis machines. Managing patients with HIV, HBsAg and HCV. Vascular access, infection prevention.
Blood Spill Management. Hazardous Material Storage and Spill Management. പേപ്പർ 5ലും പ്രാക്ടിക്കൽ എക്സാം ഉണ്ട്. സെക്കൻഡ് ഇയറിൽ എനിക്ക് എളുപ്പമായി തോന്നിയത് പേപ്പർ 5ഉം പേപ്പർ 3ഉമാണ്. അതുകഴിഞ്ഞാൽ പേപ്പർ 1ഉം 4ഉം. പേപ്പർ 2 കുറച്ച് പണിയായിരുന്നു. ഈ പറഞ്ഞത് എന്റെ കാഴ്ചപ്പാടാണ്. ഇത് എല്ലാവർക്കും മാറി മാറി വരാം. ഈ വീഡിയോ കണ്ട് തീർത്തതിന് നന്ദി. മറ്റുള്ളവർക്കും ഷെയർ ചെയ്യാട്ടോ.